അവിടെയാണ് ഇമാം നബി തങ്ങൾ പറഞ്ഞത് വകുന്തു അന മറത്തൻ മഅ ജമാഅ, ഞാൻ ഒരു ദിവസം ഒരു സംഘത്തിന്റെ കൂടെ പോവുകയായിരുന്നു. ഫംഫലതത് മിൻഹാ ബഹീമ, അതിൽ നിന്നൊരു വാഹനം നഷ്ടപ്പെട്ടു. വഅജസു അൻഹാ, വാഹനം എവിടെയെന്ന് കാണുന്നില്ല. ഫഖുൽതുഹു, ഞാൻ പറഞ്ഞു യാ ഇബാദല്ലാഹി ഐറൂനി എന്ന് പറഞ്ഞു. ഫവഖഫതു ഫീ ഹാൽ, അപ്പൊ തന്നെ വാഹനം അവിടെ വന്നു നിന്നു. എന്നിട്ട് പറയാണ് കേട്ടോ, ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഞാൻ ഈ പറഞ്ഞ യാ ഇബാദല്ലാഹി ഐനൂനി, അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന ഈ വാക്ക് അല്ലാത്ത ഒരു കാരണവും വാഹനം തിരിച്ചു കിട്ടിയതിന്റെ പിന്നിലില്ല. വളരെ കൃത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? നബവി ഇമാം മുശ്രിക്കാണോ? നബി ഇമാമിനെ തള്ളിയോ നിങ്ങൾ? നിങ്ങൾക്ക് മാത്രം ഒരു പ്രമാണം തിരിയ, നബി ഇമാമിന് തിരിയില്ല, ഷൗക്കാനിക്ക് തിരിയൂല, ഒരാണിക്കും തിരിയൂല. നിങ്ങൾക്ക് ആർക്ക്? നമ്മളെ കായക്കൊടിക്കോ അപ്പുറത്ത് അനസുമോലിയും ലബ്ബനും കൂടി കൂട്ടിക്കോ. നിങ്ങളെ മുജാഹിദികൾ തന്നെ എഴുതി തള്ളും. ഈ സംവാദം മുജാഹിദികളാണ് കേൾക്കേണ്ടത്. AP അബ്ദുൽ ഖാദിർ മൗലവി, അയാൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും സക്കരിയ ഗ്രൂപ്പും വരട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ഉന്നതയിലാണ് ഞങ്ങൾ അണിതറച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയില്ല മക്കളെ നിങ്ങൾക്ക്. അതുകൊണ്ട് എന്റെ നാലാമത്തെ ചോദ്യമാണ്, നബവി ഇമാം മുശ്രിക്കാണോ? പറയണം. നബവി ഇമാമാണ് പറഞ്ഞത്. ഫഖുൽതുഹു, ഞാൻ പറഞ്ഞു. ബെല്ലടിച്ചത് ബെല്ലിന് പകരം വിസിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫുട്ബോളിന്റെ നാട്ടിൽ നിന്നായതുകൊണ്ട് വിസിലാണ്. ബെല്ലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് കേൾക്കായിക വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു അരമിനിറ്റിന്റെ അടുത്ത് അധികമായി വന്നിട്ടുണ്ട്. അത് ഹനീഫ് മൗലവിക്ക് കൂടി അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഹനീഫ് മൗലവി തുടരുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ലോകത്തുള്ള പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ ഈ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളാണ്. ഇവിടെ തുഹഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിച്ചല്ലോ, ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് രേഖപ്പെടുത്തിയത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നൊരു ചർച്ച ബാക്കി നിൽക്കുന്നു. ഈ സ്വീകാര്യമല്ലാത്ത ഒരു ഹദീസ് ഇവിടെ നമ്മൾ പോലും പ്രമാണം എഴുതലെന്താ? സ്വഹീഹായ ഹദീസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൗക്കാനി പ്രകടിപ്പിച്ച വീക്ഷണം, ആ വീക്ഷണത്തോട് മുജാഹിദുകൾ യോജിക്കുന്നില്ല എന്ന് കൃത്യമായി ഞാനിവിടെ പറഞ്ഞു. ഇനി ഇമാം നവവി പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കിടയിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. ഇവിടെ ശവ്വാലിലെ 6 നോമ്പ് ബിദ്അത്താണ് എന്നതാണ് ഇമാം മാലിക്കിന്റെ വീക്ഷണം. അതുകൊണ്ട് അദ്ദേഹം മുബ്തദിയാണെന്ന് പറയുമോ? അദ്ദേഹം ബിദ്അത്താണ്, ഒരു സുന്നത്തിനെ നിഷേധിച്ച ആളാണെന്ന് പറയുമോ? അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അത്ര ഗൗരവമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് ശരിയല്ല, അത് അംഗീകരിക്കേണ്ടതില്ല, അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി വരാത്ത കാര്യങ്ങൾ അത് സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇമാം നവവി പറഞ്ഞത് വസുന്നത്തു മുഖദ്ദമത്തുൻ അലാ മാ ഖാലഹു വഅലാ മാ ഖാല. നബി ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതിനേക്കാൾ നാം മുന്തിക്കുന്നത് സുന്നത്തിനെയാണ്. അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു കാര്യമാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി മാത്രമല്ല, ഇമാം നവവിയെ തന്നെ തള്ളിയതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയാൻ, ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇമാം നവവിയുടെ പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇത് എടുത്തു വെച്ചിട്ട് ഒരാൾ ചോദിക്കുക, അപ്പൊ ഇമാം നവവി കള്ളനാണെന്ന് നിങ്ങൾ പറയുമോ? ഇമാം നവവി അസത്യത്തിന്റെ ആളാണെന്ന് പറയുമോ? ഇതൊക്കെ കിതാബ് ഓതി എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളെ മുമ്പിലിരുത്തി അവരെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ പറ്റും. സാധാരണക്കാര്, ഈ വിഷയം പഠിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നവർ മനസ്സിലാക്കും. ആ ചോദ്യത്തെ അവർ തള്ളിക്കളയും. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അല്ലാഹുവിനോട് മാത്രമാണ്
പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നവർ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരുണ്ട്? അതിൽ ഈസാ നബി പെട്ടു, അതിൽ ഉസൈർ പെട്ടു, അതിൽ മലക്കുകൾ പെട്ടു, അതിൽ ജിന്നുകൾ പെട്ടു, അതിൽ മഹാമാരി പെട്ടു. ആരോടും തേടാൻ പാടില്ല. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. അതിനെതിരായി അല്ലാഹു അല്ലാത്തവരോട് കാന്തപുരം സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, അത് ഈ ആളുകൾ നടത്താമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ നാം എഴുതിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനുള്ള സമയം ലഭിച്ചിട്ട് അത് തെളിയിക്കാൻ കഴിയാതെ ഒരു ഇസ്ലാഹ് മാസികയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും മാത്രം പൊക്കിപ്പിടിച്ച് വരേണ്ടി വന്ന ഗതികേട് ജനങ്ങൾ മനസ്സിലാക്കി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, നിങ്ങൾ തന്നെ അംഗീകരിച്ചു. ഞങ്ങളത് മുമ്പേ പറഞ്ഞതാണ്. ഈ വാദം തെറ്റാണ്, ഈ വാദം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് തന്നെ മുജാഹിദുകൾ പറഞ്ഞു. അതുമല്ല, കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് മുജാഹിദുകൾ ഞങ്ങളെ അത് പഠിപ്പിച്ചുവെന്ന് ഈ ഫൈസൽ ഹസനി പ്രസംഗിച്ചല്ലോ കുന്നത്തേരി വെച്ച്. കോട്ടക്കലിൽ വെച്ച് ഞങ്ങൾ നിങ്ങളെ അത് പഠിപ്പിച്ചു. പക്ഷേ നിങ്ങളൊന്നും പഠിക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല. പഠിച്ചു വെച്ച ചില കാര്യങ്ങളൊട്ട് മറക്കുകയുമില്ല, അതൊട്ടൊഴിവാക്കുകയുമില്ല തെറ്റാണെങ്കിലും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ലല്ലോ. കോട്ടക്കൽ സംവാദത്തിൽ പഠിപ്പിച്ചു. ഇനി മുജാഹിദ് എന്ന് പറഞ്ഞ സാധനം ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് പറയും, അപ്പുറത്തുനിന്ന് വേറെ പറയും. ഇതിന്റെ പേരാ മുജാഹിദ് പ്രസ്ഥാനം. അതാ ഞങ്ങൾ ഈ പറയുന്നത്. മുജാഹിദിന്റെ ആളുകൾ 4 ആൾ കൂടിയ 4 ആൾക്ക് 4 മദ്ഹബ. അവിടെയാ പ്രശ്നമുള്ളത്. കോട്ടയ്ക്കെന്ന് അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ ജബ്ബാർ മൗലവികളെ കൂടെ ഉണ്ട്, അയാളത് പറയുന്നില്ല. അപ്പൊ മുശ്രിക്കും മുവഹിദിനും കൂടിയ സംഗമമാണ് നിങ്ങളെ സംഗമം. നിങ്ങൾക്കുണ്ടോ ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ അവകാശം? എവിടുന്ന് എഴുന്നേറ്റ് വരിക? പിന്നെ മൂപ്പര് പറയാണെന്ത്? വീക്ഷണ വ്യത്യാസം. നിങ്ങള് നമ്മളെ 1ാം ക്ലാസ് മുതൽ പഠിക്കണം അരിഫ് മൗലവി. എവിടുന്നാ മൗലവി നിങ്ങൾ നീ ചേർന്ന്? വീക്ഷണ വ്യത്യാസം അഖീദയിലും തന്നെ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് 6 നോമ്പ്, അത് ഫർഇയായ ഫിഖ്ഹിന്റെ വിഷയമാണ്. വായിച്ച നബി ഇമാമിന്റെ അതും ഫിഖ്ഹിന്റെ കാര്യം. ഇത് അല്ലാഹു നിങ്ങളെ പുസ്തകം കേട്ടോ, അല്ലാഹു എന്നുള്ള പുസ്തകം കേട്ടോളൂ. ഇത് നിങ്ങൾ അബ്ദുൽ ഹഖ് സുല്ലമിയുടെ പുസ്തകം. ഇതിൽ പറയുന്നത് കേട്ടോളൂ, കർമാനുഷ്ഠാന കാര്യങ്ങളിലും മറ്റുമാണ് പ്രവാചക സമൂഹങ്ങളിൽ വ്യത്യസ്തത കാണുന്നത്. ബാക്കി കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഇജ്തിഹാദിന് അനുവാദമുള്ളതും ഈ കർമാനുഷ്ഠാന കാര്യങ്ങളിലും ഫിഖ്ഹിന്റെ മറ്റു ഭാഗങ്ങളിലുമാണ്. എവിടെ ഇജ്തിഹാദ് ചെയ്യേണ്ടത്? അപ്പോഴല്ലേ വീക്ഷണ വ്യത്യാസം വരിക. അത് ഫിഖ്ഹിന്റെ കാര്യത്തിലാ. ഇവിടെ എന്താ വിഷയം അറിയോ? യാ ഇബാദല്ലാഹ്, മൂപ്പരിപ്പോ ലൈഫാണോ സഹിയാണോ ശിർക്കാണോ അല്ലെന്നൊന്ന് തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് ലൈഫിൽ പോട്ടോ. നിങ്ങളെ പ്രസ്ഥാനം തന്നെ ലൈഫായി. ലപ്പ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, ഇതിന്റെ ഹുക്കുമ സുന്നത്ത്. മൂപ്പർക്ക് അതാ ബേജാറ്, ഇത് ശിർക്കല്ലാന്നൊന്ന് പറഞ്ഞ. അപ്പൊ ഹുക്കുമ ഞങ്ങൾ പറഞ്ഞു തരാം. അള്ളാന്റെ വിശേഷണം കൊടുത്തു ലപ്പ മൗലവി. ഓ എന്റെ ചങ്ങായി റഊഫുർ റഹീം നബിതങ്ങൾക്കല്ലേ ഖുർആൻ കൊടുത്തത്? ശിർക്ക എവിടെ നിന്ന് എഴുന്നേറ്റ് വരിക അതൊക്കെ? അതുകൊണ്ട് ഞങ്ങൾ ഇത് ജനങ്ങളോട് പറയും. ഇത് കാണുന്ന ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു. വരിക്ക് പിടിച്ചോ, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ സൗക്കാനി ഔട്ട്. മുമ്പ് ബാലുശ്ശേരി പറഞ്ഞല്ലോ 5 ലക്ഷം ബാക്കിയൊക്കെ ഔട്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഔട്ടായി പോയി. ബാലുശ്ശേരിയെ കാണാനില്ല, ബാലു ഔട്ടായി പോയല്ലോ. നിങ്ങൾ തന്നെ ഔട്ടാ. എന്താ പറ്റിയത്? ജബ്ബാർ മൗലവി എന്ത് വീക്ഷണ വ്യത്യാസമാണോ? ശിർക്ക് തൗഹീദിൽ അങ്ങനെയുണ്ടോ? രണ്ടും രണ്ടാണ്. ഒന്ന് അഖീദ, ഒന്ന് ഫിഖ്ഹ്. ഫിഖ്ഹിൽ വീക്ഷണ വ്യത്യാസം മുജ്തഹിദുകൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ പറ്റൂല. പറ്റൂ. അതേ സമയത്ത് അഖീദയിൽ എവിടെ നിങ്ങൾ ഒരു യോഗം കൂടിയാൽ ഒരാൾ മുഅ്മിൻ, വേറൊരാൾ മുശ്രിക്ക്, വേറൊരാൾ കാഫിർ, അങ്ങനെ ഉണ്ടോ ഒരു വീക്ഷണ വ്യത്യാസം? എവിടെ നിന്ന് കിട്ടിയതാ നിങ്ങൾക്കിത്? അതുകൊണ്ട് പിന്നെ നബവി ഇമാം ശിർക്ക് ചെയ്തു എന്ന് പറയാൻ എന്താ ഒരു പേടി? നിങ്ങൾ പറഞ്ഞനുസരിച്ച് നബവി ഇമാം എന്താ? ഞാൻ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചു. അത് ശിർക്കാണെന്നല്ലേ പറഞ്ഞത്? അല്ലേ? ശിർക്കാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നബവി ഇമാമും ശിർക്ക് ചെയ്തോ? ഇപ്പൊ സ്വർഗത്തിൽ ഈ 4 ഒറ്റക്ക വിശാലമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പേടിയാവൂലെ ചങ്ങായിമാരെ? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ കരിമ്പിൻ കൂട്ടത്തിലേക്ക് ആനകളെ കെട്ടയിച്ച വിട്ട പോലെ ഗവേഷണം കൊണ്ട് ഗവേഷണം. എന്നിട്ട് മുശ്രിക്കാക്കി ജബ്ബാറും പോയി, സക്കരിയും പോയി, ഷൗക്കാനും പോയി, ലോകപ്രസിദ്ധ പണ്ഡിതനായ നബവി ഇമാമുൽ ശിർക്ക്. ഇത് വല്ലാത്തൊരു ശിർക്കാണല്ലോ. മൂപ്പരേതായാലും നമ്മൾ സ്വർഗത്തിലാണ് വർപ്പിച്ചിട്ട് നമുക്ക് പേടിയാവൂലേന്നാ. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട.
ഞങ്ങൾ സ്വർഗത്തിൽ പേടിക്കോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ട. കാരണം ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാന്ന് പറഞ്ഞ റബ്ബ് അതിനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സലാമാണ്, അവിടെ ശാന്തിയാണ്, ഒരു പേടിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ അഖീദയിലുണ്ടോ തർക്കം? പിന്നെ എന്തിനാ അശ്ശരി മാത്തുരീതി? അഖീദയിലാണത്. പള്ളിയുടെ ഭരണഘടന എടുത്ത് മൗലവിമാർക്ക് എന്ത് ഭരണഘടന? പള്ളിയുടെ ഭരണഘടന എടുത്ത് മറിച്ചു നോക്ക്. ഇവിടെ പല പള്ളികളുടെയും ഭരണഘടനയിൽ അഖീദയിൽ അശ്ശരി, കർമ്മശാസ്ത്രത്തിൽ ശാഫഈ എന്ന് എഴുതി വെച്ചത് കാണാം. എന്തുകൊണ്ട്? അശ്ശരി മാത്തുരീതി അഖീദകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് തലശ്ശേരി എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് കുറെ സംഗതികൾ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ അള്ളാന്റെ വിശേഷണം അത് റസൂലിനില്ലേ, റഊഫ് റഹീം. എന്റെ പോയത്തക്കാര്, അള്ളാഹു ഒരു വിശേഷണം അള്ളാന്റെ റസൂലിന് കൂടി പറഞ്ഞാൽ ഉറപ്പല്ലാതെ അള്ളാന്റെ മാത്രമല്ല. എന്താണ് ഈ ആളുകളുടെ അവസ്ഥ? അള്ളാന്റെ മാത്രം നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്? അള്ളാഹ്ക്ക് മാത്രം പറഞ്ഞത് കൊണ്ട്. ഇവിടെ പറയാ അള്ളാഹ് റഹീം എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് റസൂലിന്റെ അള്ളാന്റെ മാത്രം വിശേഷണമല്ല. ഇവിടെ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണം അത് അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ വെച്ചു. അതാണ് ലബ്ബദാരിബി പറഞ്ഞത്. അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു അറിയുന്നത് പോലെ അറിയാൻ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ചോദ്യമൊക്കെ മൂപ്പര് മറന്നുകയാണ്. കാരണം എന്താ? മൂപ്പര് വിചാരിച്ച ഇതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞ് അയാള് മുശ്രിക്കായില്ലേ, ഇയാള് മുശ്രിക്കായില്ലേ, നബി മുശ്രിക്കായില്ലേ, മറ്റയാള് മുശ്രിക്കായില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ ഒരാളെ മുശ്രിക്കാക്കുന്ന പണിയല്ല. ആരുടെ അരികിൽ ശിർക്ക് വന്നാലും, തൗഹീദിന് വിരുദ്ധമായ വീക്ഷണം ആരുടെ അടുത്ത് വന്നാലും ഞങ്ങളത് പറയും. നിങ്ങളെ മാതിരി മൂപ്പര് കഫറ. പിന്നെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കുഫ്രിയത്ത് കാഫിറായി. പിന്നെ അങ്ങനെ അപ്പൊ ഇവരൊന്ന് ഈ കെ വിനെ കാഫിറാക്കിയ അത് കെ വി കാഫിറല്ലെങ്കിൽ കാഫിർ. ആരുണ്ടാവുക? ഇവിടുത്തെ ആളല്ല. നിങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്ന പണിയല്ല. ഞങ്ങൾ ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവരോട് ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം, ഖുൽ പ്രഖ്യാപിക്കുക, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ആ അല്ലാഹുവിന്റെ കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല. പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് കേൾക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്ന മുസ്ലിമിനോട് മുജാഹിദുകൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കാനുള്ള അർഹതയുണ്ടാകണമെങ്കിൽ ആ റസൂല് നടത്തിയ പ്രഖ്യാപനം നമ്മളും പ്രഖ്യാപിക്കണം. എന്ത്? ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ, പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ, അതല്ലാത്ത സന്ദർഭങ്ങളിൽ തേടുകയുള്ളൂ. അള്ളാന്റെ റസൂലെ അത്രയേ തേടിയിട്ടുള്ളൂ. അല്ലാതെ ഈ കാന്തപുരം സമസ്തക്കാര് ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ ഉള്ളവരോടോ അവരല്ലാത്ത മറ്റുള്ളവരോടോ അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരു സമയത്തും തേടിയിട്ടില്ല. ഇബ്രാഹിം നബിയോട് തേടിയിട്ടില്ല, ഇസ്മായിൽ നബിയോട് തേടിയിട്ടില്ല, ആദം നബിയോട് തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാമും തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് ഈ സമൂഹത്തോട് പറയുക. എന്നിട്ടോ വലാ ഉശ്രികു ബിഹി അഹദാ, അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും പ്രാർത്ഥിച്ച്, അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും പ്രാർത്ഥന നടത്തി, മറ്റാരോടെങ്കിലും ദുആ നടത്തി, ഇസ്തിഗാസ നടത്തി ശിർക്ക് ചെയ്യുകയില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് ഈ സമൂഹത്തോട് പറയുകയും ഈ സമൂഹത്തെ അത് പഠിപ്പിക്കുകയുമാണ് മുജാഹിദുകൾ. അതിന് വിരുദ്ധമായ അഭിപ്രായം അൽഹംദുലില്ലാ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പഠിക്കാത്തതിന്റെ ഒരു കുറവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണുന്നു. കാരണം എന്താ അറിയോ? അശ്അരിയ മാതുരിദിയ തർക്കം അതുപോലെയാണ് ഇപ്പൊ ഈ തർക്കം നാം മുമ്പ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, അശ്അരിയാക്കൾ കാഫിറാണോ മുശ്രിക്കാണോ എന്ന് ഒരൊറ്റ മാതുരിദിയ വിശ്വാസക്കാരനും പറയുന്നില്ല. അതെന്താന്ന് പോയി പഠിക്ക്. അതതിന്റെ തഫാസീലിലും അതിന്റെ മറ്റ് വിഷയങ്ങളിലുമുള്ള ലഫ്ലിയായ തർക്കം മാത്ര. അതൊന്ന് പഠിച്ചിട്ട് വരൂ ബാക്കി കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് ഖിയാസാക്കണ്ട. നിങ്ങളുടെ കിതാബിൽ വളരെ വ്യക്തമായി എഴുതിയതാണ്. ഇത് അബ്ദുൽ ഹക്ക് സുല്ലമിയോട് പോയി ചോദിക്ക്, ഏത് ഈ മുസ്ലിം ഉമ്മത്തിന് ഇജ്തിഹാദിന് അനുവാദമുള്ളത് കർമാനുഷ്ഠാന കാര്യങ്ങളിൽ മാത്രമാണ്. ചോദിക്കുക അയാളോട് പോയിട്ട്, കർമാനുഷ്ഠാന കാര്യമാണോ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്നത്? അപ്പൊ എന്താ സംഭവം എന്നറിയോ? നിങ്ങളെ ഗവേഷണം അത് ആകെ നശിപ്പിച്ചു. നിങ്ങളെ
അതാ നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളെല്ലാവരും ഗവേഷണം ചെയ്തു. ജബ്ബാർ മൗലവി മുശ്രിക്കായി. അതുപോലെ തന്നെ ആരൊക്കെ മുശ്രിക്കായത് ആ ലിസ്റ്റ് എന്തായാലും ഒന്ന് പ്രസിദ്ധീകരിക്കേണ്ടി വരും. കായക്കൊടി പറഞ്ഞനുസരിച്ച് പിന്നെ സ്വർഗത്തിൽ മൂപ്പറി ഇവരാരും നബവി ഇമാമി ആരുമില്ലാത്ത സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പേരാണോ നരകം. അവിടെ തന്നെ പിടിച്ചോങ്ങള് കേട്ടോ. അതങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ കൃത്യമായി പറയുന്നു. അനസുമൗലവി നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെ തന്നെ. അതൊക്കെ ഫിഖഹിന്റെ കാര്യത്തിലാ പറഞ്ഞ്. നിങ്ങൾക്കുണ്ടോ വല്ല അറിവും? എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? എവിടെയാ നിങ്ങൾ ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ, ചോദ്യം ഒന്നുകൂടി തരുന്നു. ഇപ്പൊ ആരൊക്കെ മുശ്രിക്കായത്? ജബ്ബാർ, പിന്നാര സക്കരിയ സലായി, ഇമാം നബവി, ഷൗക്കാനി. ഇനി പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദമനുസരിച്ച് അടുത്ത മുശ്രിക്കാവുന്ന നിങ്ങൾ തന്നെ. നിങ്ങൾ അതെങ്ങനെ? നിങ്ങൾ ഇത് ശിർക്കാണെന്ന് പറയുന്നതോടൊപ്പം വേറൊരു വാദം നിങ്ങൾക്കുണ്ട്. അതെന്താ? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കണം. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞോ? സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിനെയും ശൈത്താനെയും വിട്ട് അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കുക. അതല്ലേ സിഹിർ? അതല്ലേ നിങ്ങളുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞെന്താ? സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. അപ്പൊ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ നിങ്ങളുടെ നേരത്തെയുള്ള വാദമനുസരിച്ച് നിങ്ങളും മുശ്രിക്ക്. ചോദിക്കട്ടെ, എന്റെ അടുത്ത ചോദ്യം, നിങ്ങളെ കൂടാരത്തിൽ ഇനി മുശ്രിക്കല്ലാത്ത വേറെ ഏതെങ്കിലും സാധനം ഉണ്ടോ? ഉണ്ടോ? ജബ്ബാർ പോയി, സക്കരിയ സലായി പോയി, ഒടുവിൽ നിങ്ങളും പോയി. പോയത് മനസ്സിലായില്ല? ഇവർ പറഞ്ഞു അദൃശ്യമാർഗത്തിലുള്ള സഹായം അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ജിന്ന് അതുപോലെ മലക്ക് അദൃശ്യമാർഗത്തിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥന. അതേ പറഞ്ഞ കൗം എന്ത് വിശ്വസിക്കുന്നു? സിഹിർ ഫലിക്കും. സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാലോ സുബ്ഹാന ജല്ല ജലാലുഹു. സിഹിർ എന്ന് പറഞ്ഞാൽ അദൃശ്യമാർഗത്തിലുള്ള സഹായ നേട്ടം. അപ്പോഴോ അപ്പൊ നിങ്ങൾ മുശ്രിക്കായി. ഇപ്പൊ സ്വർഗത്തിൽ 4 ആളുമില്ല, അതും കാലിയായി. നിങ്ങൾക്ക് അഖീദ മനസ്സിലായിട്ടില്ല, കർമ്മശാസ്ത്രം മനസ്സിലായിട്ടില്ല. ഞാനിവിടെ വായിച്ചു, ഇമാം നവവി സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് എഴുതിയത്. കർമ്മശാസ്ത്ര വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ബാപ്പയും കാഫിറാണോ അല്ല എന്നതാ വിഷയം. അത് കർമ്മശാസ്ത്ര. അത് ഒന്നെടുക്കുന്ന തല 3 പ്രാവശ്യം തടവണമെന്നുള്ള പോലെയാ. ഏതാണ് ഇവർക്ക് അഖീദ മനസ്സിലായോ? ഇവർക്ക് കർമ്മശാസ്ത്രം മനസ്സിലായോ? അതിനെപ്പറ്റിയാ പറഞ്ഞത്. ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. അസത്യത്തിന്റെ ആളാണെന്നാണോ? തീർന്നില്ല. ഇത് പറഞ്ഞതിന്റെ പേരിലുണ്ടായ പ്രയാസം കൂടി. ഇത് ആരാ എഴുതിയത്? MK അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ. പരിചയമുണ്ടല്ലോ ആളെ. അയാൾ പറയാണ്, മുല്ല അയ്യുൽ ഖാരിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നയാൾ നാവ് മുറിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ കണ്ടതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ അവിശ്വാസിയായിരുന്നുവെന്ന് സമർത്ഥിക്കാൻ ഗ്രന്ഥരചന നടത്തിയതിൽ ലഭിച്ച ശിക്ഷയായിരുന്നു അതെന്ന് സ്വപ്നത്തിലൂടെ കുളിപ്പിച്ചയാളെ അദ്ദേഹം അറിയിച്ചതായും അല്ലാമ സിന്ദി സവാലിഉൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി ഉദ്ധരിക്കുന്നു എന്ന് പറയാണ്. ഇത് കർമ്മശാസ്ത്ര വിഷയായത്, അതല്ല വിശ്വാസ വിഷയോ. ഇനി കർമ്മശാസ്ത്രത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഒരു അഭിപ്രായം പറഞ്ഞു. അതാണോ അംഗീകരിക്കേണ്ടത്? അതല്ല സ്വഹീഹ ഹദീസാണോ? നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ നിങ്ങളെ തലശ്ശേരി വെച്ച് പഠിപ്പിച്ചെന്നില്ലേ മദ്ഹബ് എന്താന്ന്? അതേമാതിരി പലതും നിങ്ങൾ പഠിക്കാനുണ്ട്. കോട്ടക്കൽ പഠിപ്പിച്ചെന്നല്ലോ ജിന്നിനോട് സഹായം തേടലാണെന്ന്, ശിർക്കാണി എന്ന്. അത് കുന്നത്തേരിയിൽ വെച്ച് പഠിപ്പിച്ചല്ലോ. അപ്പോ ഇത് പഠിക്കാത്ത കുറവ് ഞങ്ങൾക്കല്ല, പഠിച്ചു എന്ന് വിചാരിക്കണ നിങ്ങൾക്കാണ് കുറവ്. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണമെങ്കിൽ ആവശ്യമായ ഒരുപാട് സംഗതി ഉണ്ട്. അതൊന്നും നിങ്ങൾക്കില്ല. അതെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അഖീദയാണ്, ഇത് വിശ്വാസമാണ്. സിഹിർ ഫലിക്കുമോ ഇല്ലേ? സംവാദം എഴുതിക്കോ, വ്യവസ്ഥ എഴുതിക്കോ. സിഹിർ ഫലിക്കുമെന്നത് മുജാഹിദുകൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. സിഹിർ ഫലിക്കുമെന്നത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല. മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂലേന്ന്. മലക്കുകൾ സഹായിക്കും. മലക്കുകളോട് സഹായം തേടാൻ പറ്റുമോ? അള്ളാഹു ചെയ്യാൻ പറഞ്ഞ പണി മലക്കുകൾ ചെയ്യും. മഴ പെയ്യിക്കുന്നവരുണ്ട്, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നവരില്ലേ മലക്കുകളുടെ കൂട്ടത്തിൽ? അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ അള്ളാഹ് ഈ പണി ഏൽപ്പിച്ചതാണല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന് തേടാൻ പറ്റുമോ? മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അത് വിശ്വസിച്ചാൽ ശിർക്കല്ല.
നേരെ മറിച്ച് മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് വിചാരിച്ച് മലക്കുകളെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന് മലക്കുകളോട് തേടിയാൽ ശിർക്ക്. ഇതിപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാ. ഇനിയിപ്പോ 1ാം ക്ലാസ് തൊട്ട് വീണ്ടും ഇത് പഠിപ്പിച്ചു തരണം, എന്താണ് ഈ വ്യത്യാസം എന്നൊക്കെ 1ാം ക്ലാസ് തൊട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ എത്തി എന്നത് ഭയങ്കര സങ്കടം തന്നെയാണ് ഈ കാര്യം. ഞങ്ങൾ ഈ വിഷയം എല്ലാ കാലവും ജനങ്ങളോട് പറഞ്ഞതാണ്. അള്ളാഹിനോടെ തേടാൻ പാടുള്ളൂ, അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നേരത്തെ ഫൈസൽ ഹസനിയുടെ സംസാരം അതൊന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. എന്താണ് അള്ളാഹുവിനോടെ തേടാൻ പാടുള്ളൂ എന്നത് രക്തത്തിൽ ഉറപ്പിച്ചവരാണ്. ആ രക്തത്തിൽ ഉറപ്പിച്ചവരാ ഈ ശിർക്കിന് തെളിവുണ്ടാക്കുന്നത്. ആലോചിച്ചൊക്കെ നിങ്ങള് ആ ഭാഗം മാത്രം എടുത്തിട്ട് കേൾപ്പിച്ചാൽ ഫൈസൽ ഹസനി വഹാബിയായി എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. അത് നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മുജാഹിദുകൾ അവരുടെ നിലപാട് കൃത്യമാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താ പ്രാർത്ഥന. അള്ളാന്റെ റസൂല് ചെന്നിട്ട് വലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞപ്പോ മക്കയിലുള്ള ആളുകൾക്ക് മനസ്സിലായി എന്താ ചെയ്യാൻ പാടില്ലാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല. അത് നിങ്ങളെ മനസ്സിലാക്കി തരാനായി സംവാദം. മൂപ്പർക്ക് സമയം കഴിഞ്ഞത് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതായാലും സിഹിറിനെ സംബന്ധിച്ച് ഒന്നുകൂടി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകും. ശരിക്ക് കേട്ടോ, ശരിക്ക് വായിച്ചു കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും, ശരിക്ക് കേട്ടോ, ഇനി വേറൊന്നും ഇല്ല, വളരെ കൃത്യമാണ്. അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അപ്പൊ പിശാചിനോട് അതുപോലെ തന്നെ ജിന്നുകളോട് അവരെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, അതാണ് സിഹിർ. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞതെന്താ? എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു തരാം. സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും അവിടെ തേട്ടം വേണമെന്നില്ല. നിങ്ങൾ ഇത് എഴുതുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നിങ്ങൾ മേപ്പിട്ട് നോക്കി എഴുതി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും. അവിടെ തേട്ടമുണ്ടോ? ഇല്ല. അപ്പൊ സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. സിഹ്ർ എന്ന് പറഞ്ഞാലോ അത് കാണാത്ത മാർഗത്തിലൂടെയുള്ള സഹായത്തെ പ്രതീക്ഷയാണ്, അല്ലേ? അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമില്ല. അത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പോയി ഹനീഫ് മൗലവി, നിങ്ങളുടെ കാറ്റും പോയി, തീർച്ചയായും പോയി. കാരണം ജബ്ബാർ മൗലവിനെയും സക്കരിയ സലാഹിയെയും ഒക്കെ നിങ്ങൾ ആദ്യം പുറത്താക്കി, ഇപ്പൊ നിങ്ങളും പോയി. പിന്നെ നബവി ഇമാമിന്റെ ബഹ്ത്ത് ധൈര്യമുണ്ടോ? ഇപ്പൊ തന്നെ തയ്യാറായിക്കോ, പഠിപ്പിച്ചു തരാ നിങ്ങൾക്ക്. എന്താണ് അവിടെ നബി ഇമാം പറഞ്ഞത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെക്കുറിച്ച്, അബായിനെക്കുറിച്ച് പറഞ്ഞതല്ലേ? ഇയാൾക്കുണ്ടോ എഴുത്തിക്കാതറിയുന്നത്? പണ്ട് കഴിഞ്ഞു പോയ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വീക്ഷണം, അത് നമ്മളെ എഴുത്തിക്കാതിന്റെ ബാധ ഈ ചെങ്ങായി എവിടെ നീച്ചു തരാം? ഒരു ബോധമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന ആളെന്താണ് അതല്ല, ഈമാൻ കാര്യത്രേ അതിൽ വ്യത്യാസമില്ല, ശിർക്കത്രേ അതിൽ വ്യത്യാസമില്ല, എന്താ തൗഹീദ് അതിൽ വ്യത്യാസമില്ല. അല്ല നിങ്ങൾ യോഗം കൂടിയാൽ എങ്ങനെ ഉണ്ടാവും? എ.പി. മുശ്രിക്ക്, സക്കരിയ സലാഹി മുവഹീദും എങ്ങനെ ഉണ്ടാവും നിങ്ങളെ മീറ്റിംഗ്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, സിഹ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലാണ്. അത് ജിന്നിൽ നിന്നാവട്ടെ ശൈത്താനിൽ നിന്നാവട്ടെ, ആ പ്രതീക്ഷ പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ എ.പി. അപ്പൊ നിങ്ങളും മുശ്രിക്കായില്ലേ? നിങ്ങളും മുശ്രിക്കായില്ലേ? അതാണ് എന്റെ ചോദ്യം. വിഷയം മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരിക്കലും ഞങ്ങൾ വിടുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഒന്നിന്റെ ശേഷം ഒന്നായി പോയി. നബവി ഇമാം ശിർക്ക് ചെയ്തു നിങ്ങൾക്ക് പറയേണ്ടി വന്നു. ഷൗക്കാനിയെ തള്ളി, ജബ്ബാറിനെ തള്ളി, സർവരെയും തള്ളി, ഒടുവിൽ നിങ്ങളെ കാറ്റും പോയി. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ. കാരണം അത് ദൃശ്യമാർഗത്തിലുള്ള പ്രതീക്ഷ വെക്കലാണ്. പോയി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി നല്ലത് അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു യോഗം കൂടി പിരിച്ചുവിട്ടാളി. ഞാൻ ചോദിക്കട്ടെ, തേടിയാ മാത്രം ശിർക്കാവും? അപ്പൊ കഴിഞ്ഞു. നോക്കിയാ നിങ്ങള് ഇയാൾക്ക് സിഹിർ മനസ്സിലായിട്ടില്ല. വായിച്ച എന്താ? ഈ സിഹിർ ചെയ്യുന്ന ആളാണ് ജിന്നിനോട് സഹായം തേടുന്നത്, ശിർക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ സിഹിർ ചെയ്യണ മൊയ്ലിയന്മാരുണ്ടല്ലോ, ഓല് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിലാർക്കാ സംശയം? നേരെ മറിച്ച് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ടോ?
സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആള് ജിന്നിനോട് സഹായം തേടുന്നില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞു ഇമാം നവവി എന്ന് പറഞ്ഞാൽ പണ്ട് കഴിഞ്ഞു പോയ ഒരാളെ പറ്റി അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, ആമിന എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയണം എന്ന് പഠിപ്പിച്ച മൗലവിമാരായത്. ഓലാവിടുന്ന് പറയണ എന്ത്? പണ്ട് കഴിഞ്ഞു പോയ ഒരാളെ പറ്റി. അയാള് കാഫിറാണോ അല്ലെന്ന വിഷയം, അത് കർമ്മശാസ്ത്രം. അയാൾ ഒളിവെടുപ്പിക്കണോ അല്ലേന്നല്ല, അബ്ദുള്ള മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കണോന്നല്ല ഇമാം നബി ചർച്ച ചെയ്തത്. ആമിന മരിച്ചാലും മയ്യത്ത് കുളിപ്പിക്കണോ, കഫൻ തുണി എത്ര വേണം എന്നതല്ല ചർച്ച. അവര് കാഫിറാണോ അല്ലേ, അത് പറഞ്ഞിട്ട് ഞമ്മക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരും, ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞങ്ങള് കാന്തപുരം സമസ്തക്കാരി നേടിയത്. നിങ്ങളത് വേറെ ദീനാണ്, നിങ്ങളത് വേറെ മദ്ഹബാണ്. എനിക്കല്ല മനസ്സിലാകാത്തത്. ഞാനൊരു വാചകം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവലംബിക്കുന്ന ഉസ്താദുമാരാണ് എഴുതിയതെന്ത്? ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. അത് തൽക്കാലം ആ പണ്ട് കഴിഞ്ഞ ഒരാളെ പറ്റി എന്നൊന്നും പറഞ്ഞേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഈ വിഷയം പറഞ്ഞു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യം, അല്ലാഹുവാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്റെ വിശ്വാസിയുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു. ആ അല്ലാഹുവാണ് ഉത്തരം ചെയ്യുന്നത്. അത് ഓതി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അല്ലാഹുവിനോട് മാത്രം തേടി. ആ ആയത്ത് പറഞ്ഞ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ച അമ്പിയാഹ്, ആദം നബി അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം ഒക്കെ അല്ലാഹുവിനോട് തേടി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ അല്ലാഹുവിനോടായിരിക്കണം നമ്മൾ തേടേണ്ടത്. അവർ മുമ്പ് കഴിഞ്ഞുപോയ ഒരു മഹാനോടും തേടിയില്ല. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, അങ്ങനെ ഒരു മഹാനോടും നമ്മൾ തേടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകൾ ബദറിൽ ഇറങ്ങി തന്നെയും തന്റെ അനുയായികളെയും സഹായിച്ചത് അറിഞ്ഞു. ഉഹദിലേക്ക് പോകുമ്പോ മലക്കുകളെ നിങ്ങളൊന്ന് സഹായിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ജിബ്രീലേ, ആ മലക്കുകളെ ഒന്നുകൂടി ഞങ്ങളെ സഹായിക്കാൻ നിയോഗിക്കണേ പറഞ്ഞില്ല. മലക്കുകളോടും പാടില്ല, മഹാന്മാരോടും പാടില്ല. കാന്തപുരം സമസ്തക്കാര് ഇന്ന് നടത്തുന്നത് പോലെയുള്ള ഇസ്തിഗാസ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു നബിയും നടത്തിയില്ല. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തും വിഷയാവതരണത്തിൽ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ഹദീസും തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോ വാദപ്രതിവാദം നടത്തിയത് ആ ജബ്ബാർ മൗലവിയെയും സക്കരിയ സലാഹിയെയും കുറിച്ചുള്ള വിഷയമാണോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലേക്ക് തരം താഴേണ്ടി വന്നില്ലേ? നിങ്ങളുടെ ആദർശം അതാ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത്, മൂവാറ്റുപുഴയിൽ മുങ്ങിത്താഴുകയാണ് നിങ്ങളുടെ ആദർശം. അത് മൂവാറ്റുപുഴയിലുള്ള ആളുകൾ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ തക്ബീർ തൊഴിലാളികൾ പോലും തളർന്നുകൊണ്ടിരിക്കുന്നു, തിരിമാഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലേ? അതാണ് കാണാൻ കഴിയുന്നത് നമുക്ക്. അസ്സലാമു അലൈക്കും. ഇനി ഈ ഫസ്റ്റിലെ ആദ്യത്തെ ചോദ്യോത്തര സെഷനിലെ അവസാനത്തെ ഇനമാണ് ഒരു ചോദ്യം ഒരു ഉത്തരം. ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത്, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല? ശിർക്കാവൂല. തേടിയാലേ ആകുള്ളൂ നേരത്താണല്ലോ ഇപ്പൊ എത്തിയത്. എന്റെ ചോദ്യം, ഇപ്പൊ സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണോ നിങ്ങളെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവുന്നതാണ് എന്നല്ലേ? അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ, ശിർക്ക് വ്യക്തമായിട്ട് പഠിച്ചോ. അല്ലാഹുവല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു, തേടിയില്ല. അയാൾ മുശ്രിക്കാണോ? മുശ്രിക്കല്ലേ? നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം. പിന്നെ ആമിന ബീവിന്റെ പേര് കേട്ട റളിയല്ലാഹു അൻഹ അറിയില്ല, ഞങ്ങൾ ആവേശത്തോടെ പറയും റളിയല്ലാഹു അൻഹ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ മദ്രസയിൽ ശരിക്കൊന്ന് പോകണം. കാരണം
ഫിഖ്ഹ്, അഖീദ, താരീഖ്, തജ്വീദ്, ഇങ്ങനെ കുറെ ബുക്കുണ്ട് അവിടെ. ഇത് ഫിഖ്ഹ് അല്ലാത്തതൊക്കെ മൂപ്പര് മനസ്സിലാക്കിയത് അഖീദ എന്നാ. മോനെ ഇത് താരീഖാണ് കേട്ടോ, അതെങ്കിലും പഠിച്ചു നോക്കണ്ടേ. എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്റെ ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പെന്തായി എന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി, ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി? നമ്മുടെ ഷൗക്കാൻ, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങൾ മുശ്രിക്കായി ആയി. നിങ്ങളെ വാദം അനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല. എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ഇയാൾക്ക് ഏതാ അവസരം തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടിയാണ്. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടി നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞു തരൂലേ മണിമണിയായിട്ട് തെളിവ്. സഹാബികൾ ചെയ്തത് വേണോ? നബി തങ്ങൾ തേടാൻ പറഞ്ഞത് വേണോ? ചോദിച്ചോ, ഞങ്ങൾ അവിടെ തരാം. മൂപ്പർക്ക് അവസരം തന്നെ ഓർമ്മയില്ല. ഞങ്ങളെ ചോദ്യ നിങ്ങളെ തൗഹീദ് പൊളിക്കാൻ. പൊളിഞ്ഞു, അത് പൊളിഞ്ഞ് പാളിസായി. കാരണം നിങ്ങൾ ജബ്ബാർ പോയി, സക്കരിയ പോയി, ഷൗക്കാനി പോയി, നബി ഇമാമും പോയി, എല്ലാവരും പോയി. ഒടുവിൽ നോക്കുമ്പോ സിഹിറിൽ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കും നിങ്ങൾ വിശ്വസിച്ചു. സിഹിർ അറിഞ്ഞാലോ അഭൗതിക കഴിവുണ്ട് എന്ന് ഒരാൾക്ക് വിശ്വസിക്കലാണ്. അതോടെ നിങ്ങൾ ഔട്ടായി. എന്ത് മറുപടിയുണ്ട്? ആ മണിയായി മറുപടി നൽകും. പക്ഷെ ആള് ഇപ്പൊ ഒരു വിവാദം മണിയുണ്ടല്ലോ, ഏതാണ്ട് മണിയായി എന്നല്ലാതെ കാര്യമൊന്നും വിഷയത്തിലില്ല. ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്നതിന് ലൈസൻസും ഇല്ല, അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതും പറയില്ല. നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി. അതന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. ശരിക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ, അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്. അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കുകൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. ഒരു മലക്ക് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു എന്റെ പാപം പൊറുത്തു തരും എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. കാരണം അത് മലക്കിന് അള്ള കൊടുത്ത കഴിവാണ്. അത് അല്ലാഹു മലക്കിനെ ഏൽപ്പിച്ച പണിയാണ്. എന്നാൽ ഈ ചെയ്യുന്നയാളോ അയാൾ സഹായം തേടി, അയാൾ ജിന്നിനോട് സഹായം തേടി. അതുകൊണ്ടാണ് ശിർക്ക്. പിന്നെയോ താരീഖ്. അത്രേ താരീഖ്. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ബാപ്പയും കാഫിറാണോ അല്ലേ എന്നത് താരീഖാണെന്നാ. ഒരാൾ കാഫിറോ അല്ലേ എന്നുള്ളത് ചരിത്രത്തിൽ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യ. നബിയുടെ ഉമ്മാന്റെ പേരെന്ത് എന്നതല്ല, നബിയുടെ ഉപ്പാന്റെ പേരെന്ത് എന്നതല്ല. ഇവിടെ നബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വിശ്വാസം എന്തായിരുന്നു? അവർ കാഫിറാണോ അല്ലേ? ഒരു താരീഖ് തെറ്റീന സത്യവുമായി ബഹുദൂരം ഇമാം നവവി അകന്നു പോയത്. ഒരു താരീഖ് പറയുമ്പോഴേ ഇങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എവിടെ എപ്പോഴാ? 1947 ആഗസ്റ്റ് 18 എന്നൊരാൾ നിങ്ങൾ സത്യവുമായി ബഹുദൂരം അകന്നുപോയി എന്നൊക്കെ ആക്ഷേപിക്കണോ? ഇവിടെ അതല്ല, താരീഖല്ല. മദ്രസ് പഠിക്കാതെയും ഇഹ്യാ സുന്നയിൽ പ്രവേശനം കിട്ടുന്നുള്ള ഇപ്പൊ മനസ്സിലായി. മദ്രസ പഠിക്കാതെയും ഇഹ്യാ സുന്നയിൽ പ്രവേശനമുണ്ട് എന്നിപ്പോ മനസ്സിലായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, പൂർവികരായ നബിമാർ ഇവിടെ യൂനുസ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അത് വിശദീകരിച്ച് ഇമാം റാസി പറയുന്നു, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോഴുണ്ടായ പ്രയാസം, മത്സ്യത്തിന്റെ
പ്രളയത്തിലകപ്പെട്ടപ്പോൾ നമ്മോട് പ്രാർത്ഥിച്ചു, നമ്മോട് തേടി. അതേപോലെ കദാലിക നൻജിൽ മുഅ്മിനീന മിൻ കറബിഹിം ഇദസ്തഗാസൂ ബിനാ, സത്യവിശ്വാസികളെ നമ്മോട് ഇസ്തിഗാസ നടത്തിയാൽ അവരുടെ പ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തും. ഇതേപോലെ നബിയോട് ഇസ്തിഗാസ നടത്തിയാൽ, മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ, മലക്കുകളോട് ഇസ്തിഗാസ നടത്തിയാൽ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ അമ്പിയാക്കളൊക്കെ പോയ സ്വർഗത്തിലല്ലേ പോകേണ്ടത്? ആദം നബി പോയ സ്വർഗത്തിൽ, അയ്യൂബ് നബി പോയ സ്വർഗത്തിൽ, ഇബ്രാഹിം നബി പോയ സ്വർഗത്തിൽ, ഇസ്മായിൽ നബി പോയ സ്വർഗത്തിൽ അലൈഹിമിസ്സലാം. ഈ നബിമാരൊക്കെ പോയ സ്വർഗത്തിൽ പോകണോ? പ്രഖ്യാപിച്ചോ, കുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. എന്താ കാരണം? എന്താ കാരണം? ഖുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. അസ്സലാമു അലൈക്കും. ഇനി ആദ്യത്തെ സെഷൻ അവസാനിച്ചു. രണ്ടാമത്തെ ചോദ്യോത്തര സെഷൻ 10 മിനിറ്റിന് ശേഷമാണ്. എല്ലാവരും സദസ്സിനകത്തേക്ക് കയറിയിരിക്കുക. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ വിധത്തിൽ ഇവിടെ സംവാദത്തിൻ്റെ ഒരു സെഷൻ അവസാനിച്ചിരിക്കുന്നു. രണ്ടാം സെഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചോദ്യവും സുന്നികളുടെ മറുപടിയും ആണ് നടക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ട് വിഭാഗത്തിൻ്റെയും അവലോകനങ്ങളോടെ ഇൻഷാ അല്ലാഹ് നോക്കി പിരിഞ്ഞു പോകണം. അതുകൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ എല്ലാ പ്രവർത്തകരും വളരെ സന്തോഷത്തിൽ സഹകരിക്കുക. എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രത്യേകം ഉണർത്താനുള്ളത്, വളണ്ടിയേഴ്സ് വളരെ നല്ല സേവനം വളരെ ആത്മാർത്ഥമായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വിഭാഗത്തിൻ്റെയും വളണ്ടിയേഴ്സ് അവരുടെ ഭാഗം മാത്രം നിയന്ത്രിക്കുക. മറ്റേ ഭാഗത്തേക്ക് നിയന്ത്രിക്കാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഉണ്ടായി എന്നല്ല, വളരെ നല്ല നിലയിലൂടെ നടത്തിപ്പിന് വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് ഭാഗത്ത് നിൽക്കുക. വളരെ നല്ല നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അള്ളാഹു സന്തോഷത്തോടെ ഈ സംവാദം സത്യത്തിൻ്റെ പ്രഖ്യാപനമായി മാറാൻ നമുക്ക് ഒരു വേദിയായി നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ചോദ്യം ചോദിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹനീഫ് മൗലവിയാണ് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിൽ വ്യത്യസ്തമായ രണ്ട് വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുമായുള്ള ചർച്ചയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ അംബിയാഇന്റെ ചരിത്രമായി അല്ലാഹു വിശദീകരിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തങ്ങളുടെ ജീവിതത്തിൽ ആചരിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ പറയപ്പെട്ടതുപോലെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. മറുവിഭാഗമാകട്ടെ അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് മുജാഹിദുകൾ പറഞ്ഞപ്പോൾ നേരത്തെ വിഷയം അവതരിപ്പിച്ച വിഷയാവതാരകൻ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. അല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കാന്തപുരം സമസ്തക്കാർ. ഞങ്ങളുടെ ചോദ്യം അതാണ്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് ധരിക്കാൻ കഴിയുമോ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് വാദിക്കുന്നവരാണ് മുജാഹിദുകൾ. സംവാദത്തിന്റെ വേദിയിൽ കയറി വന്ന് ഞങ്ങളും അത് തന്നെയാണെന്ന് പറയുന്നവർ മുമ്പെഴുതി വെച്ച കാര്യങ്ങൾ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ്. അതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇത് ചോദിക്കേണ്ടി വന്നു? മുജാഹിദുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുക എന്നവരോട് പറയുക. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരമായി നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാനോ അത് മാറ്റാനോ അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞു പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ
അള്ളാഹുവിന്റെ റസൂൽ ഒരു നബിയോടും തേടിയത് ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ കാന്തപുരം സമസ്തക്കാര് പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ എന്നാണ് മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളത്. അതാണ് കാന്തപുരം സമസ്തക്കാരുടെ വിശ്വാസം. ഇവിടെ വന്നിട്ട് ആ കൈപൊക്കി ആവേശത്തിൽ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ഇന്ന് പ്രസംഗിക്കാൻ നല്ല എളുപ്പാ, എഴുതി വെക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുമില്ല. തെളിവുണ്ടെങ്കിൽ അത് പറയുക. അസ്സലാമു അലൈക്കും. അപ്പൊ ഇനി അടുത്ത പഠനം തുടങ്ങാണ്. ഓരോ പാഠം ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കും. ആയിക്കോട്ടെ, ചിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് ഇരുത്തിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഇരിക്കട്ടെ. ഏതായാലും ഇനി എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കട്ടെ. മൂപ്പരെ കാര്യമായ ചോദ്യം എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. ഇതിന് ഖുർആനിൽ തെളിവുണ്ടോന്നാണ്. ഞാൻ അൽമനാർ വായിക്കട്ടെ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. മുജാഹിദുകളും ശരിക്ക് പഠിക്കണം. പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. എന്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളത്? പഠിച്ചോളൂ ഹനീഫ് മൗലവി. സഹായാർത്ഥന, വിളി, അപേക്ഷ, ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നൊരാൾ വാദിച്ചാൽ അത് ഇബ്ലീസിന്റെ വാദം തന്നെയാകുന്നു. തെളിവാണോ ചോദിച്ചത്? തെളിവിതാ ഞങ്ങൾ പറയുന്നു. ഇത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ ശഫീഉനാ റസൂലുള്ളാഹി, ഞാൻ എല്ലാ ആദം നബി അലൈഹിസ്സലാമിന്റെ സർവ്വമക്കളുടെയും അഭയകേന്ദ്രമാണ്. ഇമാം നബവി അതിനെ അർത്ഥം പറഞ്ഞത് കേട്ടോളൂ. ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇദി, ആപ്പൽഘട്ടങ്ങളിൽ, വശമഘട്ടങ്ങളിൽ അല്ലാഹു തആലയുടെ, കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ സമയത്തൊക്കെ അഭയം തേടാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ വിളി, അപേക്ഷ, സഹായാർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളാണല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. അത് അള്ളാഹുവോട് മാത്രം എന്ന് വാദിച്ചാൽ തെറ്റാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് തെളിവ്. ഇനി അൽമനാറിലേക്ക് തന്നെ വരാം കേട്ടോ. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. ഇത് അള്ളാഹുവോട് മാത്രമേ പറ്റൂ. ഇതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ അൽമനാർ പറഞ്ഞ സഹായാർത്ഥന, വിളി, അപേക്ഷ ഇത് അള്ളാഹു അല്ലാത്തവരോട് പറ്റും. തെളിവെന്താണ്? സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല ഈ തെളിവിനെ. ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രം. കേട്ടോളൂ, എന്താണ് അഭയകേന്ദ്രം എന്നതിന്റെ അർത്ഥം? ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇദി, ആ ഫൽഘട്ടങ്ങളിലും പശമഘട്ടങ്ങളിലും സഹായിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സഹായം തേടിയാൽ ഫയഖൂമു ബിയംദിഹിം, അവരുടെ കാര്യത്തിൽ നബി തങ്ങൾ ഇടപെടും. അതേ വയതഹമ്മലു അൻഹും മകാരിയഹും, അവരുടെ വെറുപ്പുകളും അവരുടെ വിഷമങ്ങളും ഇല്ലാതെയാക്കും. വയദ്ഫഉഹു അൻഹും, അത് അവരിൽ നിന്ന് തട്ടിക്കളയും. അപ്പൊ അപേക്ഷയും വിളിയും അള്ളാഹിനോട് മാത്രം എന്ന് പറയരുത്. അത് ഇബ്ലീസിന്റെ വാദമാണ്. അതേ സമയത്ത് ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥന മനുഷ്യൻ നടത്തും, ഇത് അള്ളാഹിനോട് മാത്രമേ പറ്റൂ. അതാണ് ശറഇൽ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന. രണ്ടും പഠിപ്പിച്ചു നിങ്ങളെ. തെളിവും ഞങ്ങൾ സമർപ്പിച്ചു. വെല്ലുവിളിക്കുന്നു. നിങ്ങൾ അപ്പുറത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ജബ്ബാർ ഗ്രൂപ്പ്, സിഹറിൽ കുടുങ്ങിയ ഗ്രൂപ്പ്. അതെ, അങ്ങനെ പറയണം. കാരണം നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ആളിപ്പോ മുശ്രിക്കായി. അങ്ങനെ തന്നെ വരട്ടെ, ചൊല്ലൂ, ശരിക്കും ചൊല്ലി ഇതൊക്കെ തീർന്നാലേ മട്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ മുജാഹിദാണ്, പോട്ടെ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയാം. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. സഹായാർത്ഥന, വിളി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളാ വിശദീകരിക്കേണ്ടത്. ഇത് അള്ളാഹിനോട് മാത്രം എന്ന് പറയരുത്. അതിനിവിടെ തെളിവുണ്ട്. അതേസമയത്ത് ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന ദൈവമാണ്, ഇലാഹാണെന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇത് രണ്ടും രണ്ടായി വേർതിരിച്ച് നിങ്ങളെ നേരത്തെ ഞങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുന്നു നബവി ഇമാം വിളിച്ചു. നബവി ഇമാമിന് അറിയാമെന്താണ് പ്രാർത്ഥന. നിങ്ങളെ നേതാവ് ശൗഖാനി വിളിച്ചു. അയാളും ആ വിഷയത്തിൽ അത് മനസ്സിലാക്കി കാണും. നൗഷാദ് ഹസീനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയുമ്പോൾ ഞാൻ കാണിച്ച മാന്യത നിങ്ങളും കാണിക്കണം.
കാരണം സാധാരണ നിങ്ങൾ പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, മറുപടി കിട്ടിയിട്ടില്ല. ഇവിടെ ആ പാട്ട് നിങ്ങൾ പാടിയിട്ടില്ല. ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി തന്നു. അതേപോലെ ഞങ്ങളുടെ ചോദ്യത്തിനും മറുപടി തരാൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ നിങ്ങൾ 8 ചോദ്യങ്ങൾ ചോദിച്ചു, ആ 8 ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചോദിച്ച 1ാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതെന്താ? ഞങ്ങളുടെ വാദം ഞങ്ങളിവിടെ എഴുതി വെച്ചു. കാന്തപുരം സമസ്തക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. അതിന് ഖുർആന് തെളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ ചോദിക്കാൻ കാരണം? നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. ഹദീസ് ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാൽ മതി. തിരക്ക് കൂട്ടലാണ് നിങ്ങളെന്തിനാ? പിന്നെ അറബി ഭാഷയിൽ അൽമനാറിലുള്ള അറബി ഭാഷയിൽ ഭാഷാർത്ഥമല്ല ഞാൻ ചോദിച്ചത്. ഇനിയോ ദുആ എന്ന് പറഞ്ഞാൽ അടിമ ഉടമേനോട് തേടുന്നതിന് മാത്രമേ പറയുള്ളൂ, അല്ലാത്തതിന് പറയില്ല. അള്ളാനെ പഠിപ്പിക്കാം. അള്ളാഹ് എന്താ പറഞ്ഞ? വല്ലദീന തദഊന മിൻ ദൂനില്ല, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നവർ. അപ്പൊ അള്ളാഹ് എന്താണ് ദുആ എന്ന് പറഞ്ഞ് അവർ ഉടമേനോടാണ് നടത്തിയത്? അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല. എവിടെ നിന്നാണ് കൂട്ടരെ നിങ്ങൾ ദീന് പഠിച്ചത്? നിങ്ങൾക്ക് ഖുർആൻ മരിച്ച വീട്ടിലും കബറിന്റെ മുകളിലും ഓതാനല്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക്, വയറിലേക്ക് കടന്നിട്ടുണ്ടാകാം, മനസ്സിലേക്ക് ഖുർആൻ കടന്നിട്ടില്ല. അല്ലാത്തവരോട് ബഹുദൈവ വിശ്വാസികൾ നടത്തിയ തേട്ടങ്ങൾക്ക് ദുആ എന്നാ പറഞ്ഞത്. അടിമ ഉടമേനോട് നടത്തിയതാ? അല്ല. ദുആ ആരോടെ നടത്താൻ പാടുള്ളൂ? അടിമ ഉടമയോടെ നടത്താൻ പാടുള്ളൂ. അല്ലാതെ നടത്തിയ ദുആയിനെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. എന്റെ 1ാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ആയത്ത് തെളിവുദ്ധരിക്കുമോ? ഇബ്ലീസിന്റെ വാദമാണ് പ്രാർത്ഥന. സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള തർക്കാണല്ലോ ഇവിടെ വിഷയം. അതുകൊണ്ടല്ലേ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, ഒരു ചുമരിലും അപേക്ഷ അല്ലാഹുവിനോട് മാത്രം, ഹർജി കൊടുക്കേണ്ടത് അല്ലാഹുവിന് മാത്രം എന്ന് മുജാഹിദികൾ എഴുതി വെച്ചിട്ടില്ല. സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് എഴുതിയത്. അതിനെപ്പറ്റിയാണ്. വേറെ പ്രാർത്ഥനയല്ല, വേറെ അപേക്ഷയല്ല, വേറെ വിളിയല്ല, കല്യാണത്തിന് വിളിയല്ല, പ്രോഗ്രാമിന് വിളിയല്ല. സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലുള്ള പ്രാർത്ഥന, അതിനെപ്പറ്റിയാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് എഴുതിയത്. അതിനെപ്പറ്റിയാണ് അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതിയത്. അതിനാണ് ആയത്ത് വേണ്ടത്. ഞങ്ങൾ പറയാ, നിങ്ങൾ വ്യാഖ്യാനിക്ക. അതിന് വേറെ ആളെ നോക്കുകള്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് പറയേണ്ടത് ഞങ്ങളാ. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് ഞങ്ങളല്ലേ എഴുതിയത്. അത് ഏത് പ്രാർത്ഥനയാണെന്നുള്ള അത് പറയാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തന്നൂടെ? എന്താ ചങ്ങാതിമാർ, അത് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അൽമനാറിൽ നിന്ന്, ഏതാണ് അൽമനാറിൽ നിന്ന് തന്നെ വായിക്കുന്നു, ഒന്നുകൂടി മനസ്സിലായിട്ട് പഠിച്ചോ. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പറഞ്ഞത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ, അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയുണ്ടോ ഒരു വാദം? ഞങ്ങളെ മുശ്രിക്കാക്കാനുള്ള പണിയാ. പിന്നെ ജബ്ബാർ ആ കൂട്ടത്തിലേക്ക് അൽമനാറും വരുന്നു. മൂപ്പര് പറയാ, നിങ്ങൾ അള്ളാനെ പഠിപ്പിക്കാണോ? ഞാൻ അൽമനാർന്നല്ലേ വായിച്ചത്? ഞാൻ എന്റെ റിസാലയാ വായിച്ചത്? സുന്നി വോയിസാ വായിച്ചത്? അല്ലല്ലോ. നോക്കിക്കോ, ഇതാ നിങ്ങൾ തിരുത്തിക്കോ. ഇതും തെറ്റെന്ന് പറയാം. അടിമയായ മനുഷ്യൻ ഉടമയായ അല്ലാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. പിന്നെ ഖുർആനിന്റെ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആയത്ത് ചോദിച്ചു, പ്രമാണം അതാണല്ലോ നമ്മൾ പറയേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതെ, ഞങ്ങൾ പറഞ്ഞ തെളിവിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അത് ആദ്യം പറയാം. ആയത്തങ്ങൾ തരാ. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ സദഖല്ലാഹ്. നിങ്ങൾ അല്ലാഹ്ക്ക് വഴിപ്പെടണം, അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം. റസൂല് പറയുന്നു, അന സയ്യിദു വൽദി ആദം. ഞാൻ വിഷമമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് കാര്യം പറയാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു പറഞ്ഞത് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ. അള്ളാഹ്ക്കും വഴിപ്പെടണം, റസൂലിനും. നിങ്ങൾ ചേകനൂരായിപ്പോയോ? മറുപടി ഉണ്ടെങ്കിൽ പറ. അന സയ്യിദു വൽദി ആദം,
ഞങ്ങളിവിടെ എടുത്തുത്തരിച്ചില്ലേ? എടുക്കൂ നമ്മുടെ സറഹ് മുസ്ലിം. ഇതിലല്ലേ പറഞ്ഞത് വിഷമഘട്ടങ്ങളിൽ, ആപ്പൽ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സഹായിക്കാനുള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവല്ലേ പഠിപ്പിച്ചത്? ഹനീഫ് മൗലവി, അനസ് മൗലവി, മജീദ് സലായി മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്? മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ പറ, തുറന്നു പറ, ചങ്കൂറ്റത്തോടെ പറ. ഈ ഹദീസ് ദഈഫാണോ? ഈ ഹദീസിന് ഇങ്ങനെ അർത്ഥമില്ലേ? ഞങ്ങൾ യാ സയ്യിദി സനദി വെറുതെ അല്ല ചോദിക്കുന്നത്, ചോദിക്കപ്പെടാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹ് പറഞ്ഞതോ അത്തിയുർ റസൂല, റസൂലിനെ നിങ്ങൾ വഴിപ്പെടണം. അപ്പൊ അള്ളാഹിനോട് മാത്രമുള്ള പ്രാർത്ഥന അത് അൽമനാർ എന്നെ പറഞ്ഞു, ഞങ്ങളോട് ചോദിക്കണ്ട, ഞങ്ങളവിടെ പോയി ചോദിച്ചോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിഷയം കൃത്യമാണ്. കിതാബാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂല് പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് പറഞ്ഞ ഖുർആൻ ആ നബി തങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ആഫത്ത് കോട്ടയ്ക്കൻ തന്നെ മുട്ടിയിട്ട് വരും, എപ്പോഴെങ്കിലും മറുപടി കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചതാ. കിട്ടിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടുകയുമില്ല. സിഹ്ർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. സാഹിറിൽ ചെയ്യുന്നത് ഫലിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ പോയി. ഇൻഷാ അല്ലാഹ് വരാ. അപ്പൊ ശരിക്കും മനസ്സിലാക്കിക്കോ, നിങ്ങളെ വാദം നേരത്തെ പൊളിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ തെളിവ് കൊണ്ടുവന്നു. റസൂൽ പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെ അള്ളാഹിനോട് മാത്രം ചെയ്യേണ്ട പ്രാർത്ഥന അത് അൽമനാർ എന്ന് പറഞ്ഞു. അടിമയായ മനുഷ്യൻ ഉടമയായ റബ്ബിനോട്. അത് തെറ്റാന്ന് പറ. അൽമനാറിന് പഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറ. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ, അതാണ് പ്രാർത്ഥന. ഇതെഴുതിയത് അൽമനാറാണ്. ഞങ്ങളെ തെളിവിടെ സമർപ്പിക്കുന്നു. റസൂലാണ് പറയുന്നത്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികൾ. എല്ലാവരും പെട്ടുപോയില്. ഇന്ന കാരണമില്ല. ആദം സന്തതികൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലുണ്ടോ അതുകൊണ്ടല്ലേ സ്വഹാബികൾ ഈ ഹദീസ് മനസ്സിലാക്കി ഇസ്തിഗാസ ചെയ്തത്. അപ്പൊ ഇനി ബുക്ക് എഴുതുമ്പോഴേ ബുക്ക് സ്റ്റാളിൽ എഴുതിയ ആളെയും കൂടി നിർത്താം. വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ഒപ്പം കൊണ്ടുപോവാ. ബുക്ക് എഴുതുന്നത് ആളേക്ക് കാര്യം പഠിക്കാനാ. ഇത് ബുക്ക് എഴുതിയാൽ മാത്രം പറയാം, ശറഹിയാൻ വേറെ വരണം എന്നുള്ള കോലത്തിലാണ്. എവിടെ നിന്നാ ചങ്ങാതിമാരെ നിങ്ങൾ വരുന്നത്? ഇവിടെ കിതാബാണ് കയ്യിലുള്ളത്. ഇവിടെ കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഓഫീസിൽ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റിയല്ല, കല്യാണത്തിന് ആളെ വിളിക്കുന്നതിനെ പറ്റിയല്ല, അതല്ലെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ക്ഷണിച്ചോ ഇല്ലേ എന്നതല്ല. ഇതൊന്നുമല്ല കേരളത്തിലെ മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കം. ആ പ്രാർത്ഥന അതാണ് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നിങ്ങൾ എഴുതിയത്. അതിന് ഖുർആന് തെളിവ് ചോദിച്ചു. അപ്പൊ എന്താ? കിതാബാണ് തെളിവ്. കിതാബല്ല, അള്ളാന്റെ കിതാബാ ചോദിച്ചു. അതുണ്ടെങ്കിൽ അയാൾക്ക് അത് സ്വന്തം അനുയായികളെ ചിരിച്ചു തള്ളിയല്ലോ, തെളിവല്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. എന്റെ സഹോദരന്റെ പരാജയം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തെ ഇനി ആ ചോദ്യത്തിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. അദ്ദേഹത്തിന് ഉത്തരം കിട്ടാനല്ല. ഇത്രയും അപകടകരമായ വാദം വെച്ച് പുലർത്തുന്നവരാണ് ഇവിടെ. ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നുണ പറഞ്ഞത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മറുപടി ഉണ്ടെങ്കിൽ ഉന്നയിക്കാം ഒന്നാമത്തെ ചോദ്യത്തിന്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന്, ആഗ്രഹ സഫലീകരണത്തിന്, ഇതിനൊക്കെ ഓച്ചെറുപ്പാപ്പ, പെണ്ണുകെട്ടാൻ പൂതിമസ്താൻ, മനമ്പത്തെ ബീവി തുടങ്ങിയ ആളുകളെ വിളിച്ച് തേടുന്നുണ്ടല്ലോ. ആ തേട്ടം അത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. അതിന് ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ? നിങ്ങൾ തേടുന്നു, ഓച്ചിറുപ്പാപ്പാനെ വിളിച്ചു തേടുന്നു, പെണ്ണുകെട്ടാൻ പൂതിമസ്താനെ വിളിച്ചു തേടുന്നു, സന്താന സൗഭാഗ്യത്തിന് തേടുന്നു, രോഗശമനത്തിന് തേടുന്നു. ഈ തേട്ടം ശിർക്കല്ലെന്ന് നിങ്ങൾ പറയുന്നു. അത് ശിർക്കല്ല എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ? ശിർക്കാണ് എന്നതിന് ഞങ്ങൾ തെളിവ് ധരിച്ചു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, അത് അല്ലാഹുവിനോടല്ലാതെ തേടുന്നത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ അഹങ്കാരിക്കലാണ്. അതാണ് ഞങ്ങളുടെ തെളിവ്. ശിർക്കാണ് എന്നതിന് ശിർക്കല്ല. ഓ ചെറുപ്പാപ്പ, സന്താനത്തെ തരണമേ, പെണ്ണുകെട്ടാൻ പൂതിമസ്ത, എനിക്ക് നല്ലൊരു ഭാര്യയെ തരണമേ എന്നിങ്ങനെ തേടുന്നത് ശിർക്കല്ല എന്ന കാന്തപുരം സമസ്തക്കാരുടെ വാദം, ആ വാദത്തിൽ